എല്ലാവർക്കും സ്പൈസ് ഡിഷസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ചിക്കൻ കൊണ്ടാട്ടത്തിന്റെ റെസിപ്പിയാണ്. ഇത് വളരെ സിമ്പിൾ ആണ് തയ്യാറാക്കാൻ, അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ടേസ്റ്റ് ആണ് ഈ ഡിഷിന്. അതുപോലെ തന്നെ ഇച്ചിരി സ്പൈസിയാണ്. അപ്പൊ എല്ലാവരും ഈ വീഡിയോ ഫുള്ള് കാണുക. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയുള്ള പീസാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോളം ഉണ്ട്. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് മാരിനേറ്റ് ചെയ്യാനായിട്ട് കോൺഫ്ലോർ ആണ് വേണ്ടത്. ഞാനിവിടെ ഒരു 3 സ്പൂൺ കോൺഫ്ലോർ എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ചിക്കൻ്റെ അളവനുസരിച്ച് കോൺഫ്ലോറിൻ്റെ മൈദയുടെയൊക്കെ അളവ് മാറ്റം വരും. ഒരു 3 സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഇതിലേക്ക് വേണ്ടത് മൈദയാണ്. മൈദ ഞാൻ ഒരു വലിയ സ്പൂണേ ചേർക്കുന്നുള്ളൂ. ക്രിസ്പി ആയിട്ട് വറുക്കണമെങ്കിൽ കൂടുതൽ കോൺഫ്ലോർ ആണ് ചേർക്കേണ്ടത്. നെക്സ്റ്റ് നമുക്കിതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ആഡ് ചെയ്യുന്നത്, 1.5 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് 1 സ്പൂൺ മല്ലിപ്പൊടിയാണ്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ഗരം മസാല. പിന്നെ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. അതൊരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിൽ ആഡ് ചെയ്യാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇത് 1 ടേബിൾ സ്പൂൺ ആണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 നാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പം ഞാനിവിടെ മാരിനേഷനായിട്ടുള്ള മിക്സ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ചിക്കൻ്റെ പീസസ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ആവശ്യത്തിന് ഓയിൽ എടുത്തിട്ടുണ്ട്. ഓയിൽ നല്ല ചൂടായതിന് ശേഷം അതിലേക്ക് ഇതുപോലെ ഓരോ പീസ് ചിക്കനും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചിക്കൻ്റെ പീസസ് എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ഈ കൊണ്ടാട്ടം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഞാനിവിടെ ഒരു കടായിലേക്ക് ആവശ്യത്തിന് എണ്ണ എടുത്തിട്ടുണ്ട്. ഇത് സെയിം ഞാൻ ചിക്കൻ വറുത്ത സെയിം എണ്ണയാണ്. ഇത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. 2 3 ആഡ് ചെയ്യാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസിലെ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇതും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളി ഒന്ന് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലകളുടെ പച്ചമണമൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് കീറിയത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് നെക്സ്റ്റ് ചേർക്കേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. ഇത് ഞാനൊരു 2 സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അത് എത്രയാണോ സ്പൈസിനെസ് ആവശ്യം അതനുസരിച്ച് ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഒരുപാട് സ്പൈസിനെസ് ഇഷ്ടമില്ലാത്തവർക്ക് അളവ് കുറയ്ക്കാവുന്നതാണ്. അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ചില്ലി ഫ്ലേക്സിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാൻ പോവുകയാണ്. അത് ഇച്ചിരി കൂടുതൽ ചേർക്കണം. ഒരു 4-5 സ്പൂൺ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഒരു 4-5 സ്പൂണ് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോ കെച്ചപ്പ്. നമുക്കതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ. ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ. അത് നമുക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഈ ടൊമാറ്റോ സോസും ഈ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കാനായിട്ട് ഒരു 5 മിനിറ്റെങ്കിലും നമ്മളിങ്ങനെ വെക്കണം ലോ ഫ്ലെയിമിൽ. എന്നാലേ ആ മസാലയൊക്കെ നമ്മുടെ ചിക്കനിലേക്ക് പിടിക്കുള്ളൂ. അപ്പോൾ ഓരോ പീസും നന്നായിട്ട് നമ്മൾ ആ മിക്സിയിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഫൈനലായിട്ട് കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്. സ്പൈസിനെസ് ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി ഇട്ടതാണ്. ഇനി നമുക്കതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഫൈനലായിട്ട് കുറച്ച് കറിവേപ്പിനും കൂടി ഇട്ടിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണിത് തയ്യാറാക്കാൻ. അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.